عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ولا تخف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. أترى أن تكون رفيق قوم لهم زاد أنت بي غير زادي ولست أبالي لأقتل مسلما على أي جنب كان لله نصرا. മുജാഹിദ് ആദർശ സംരക്ഷണ വേദി കോഴിക്കോട് സിറ്റി മണ്ഡലം സംഘടിപ്പിക്കുന്ന ജന്മി വിവാദം കുപ്രചരണങ്ങൾക്ക് മറുപടി എന്ന വിഷയത്തെ ആശ്രിതമാക്കിക്കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടികൾ
വേദിയിലും ഈ ഇൽമിന്റെ മജ്‌ലിസിലും സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാര്, സ്നേഹാദരണീയരായ കാരണവന്മാര്, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ നാട്ടുകാര്, ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് സദാ പോറ്റിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കണിശമായി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖത്തിൽ ഉണർത്തുകയാണ്. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളീയ മുസ്ലിമീങ്ങളിൽ വളരെ കാലങ്ങളായി നടന്നുവരുന്ന അബദ്ധമായ അനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളരെ ശക്തിയായിക്കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അനുഷ്ഠിച്ചു വരികയും അതിനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ലേബലിൽ നിന്നുകൊണ്ട് ഒരുപറ്റം പുരോഹിതന്മാർ അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്ത് സകല ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളും ഈ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഈ ഒരു അവസ്ഥയിൽ അതിനുവേണ്ടി ആ ശക്തമായ ഖുറാഫാത്തുകളെ പ്രമാണങ്ങൾ കൊണ്ട് എതിർത്തുകൊണ്ട് ഈ പൗരോഹിത്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ അമർന്ന പാമരരായ ആളുകൾക്ക് നേർപ്പദം കാണിച്ചു കൊടുക്കുന്ന മഹത്തായ തൗഹീദി പ്രബോധന സംരംഭത്തിൽ അംഗങ്ങളാകേണ്ട നമ്മൾ അതിനുവേണ്ടി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പരമാവധി ഒഴിഞ്ഞുവെച്ച് ഇന്നും മുന്നോട്ട് പോകുന്ന നമ്മൾ സഹോദരങ്ങളെ, ഇവിടെ ഈ മഹത്തായ പ്രസ്ഥാനത്തെ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി കയ്യിലാക്കുകയും എന്നിട്ട് നിലനിൽപ്പിന് വേണ്ടി മുവഹ്ഹിദുകൾക്ക് നേരെ ശിർക്കാരോപിച്ച് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ നിസ്വാർത്ഥമായി അംഗങ്ങളാകുന്ന പ്രവർത്തകർക്ക് നേരെ അനവധി കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് മുജാഹിദുകളെ തമ്മിലടിപ്പിച്ച് ചേരിതിരിവുണ്ടാക്കി ഈ മഹത്തായ സംഘടനാ സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ഈ പ്രസ്ഥാനത്തിനകത്ത് പലയിടങ്ങളിലും വേദികെട്ടുകൊണ്ട് ദുരുപയോഗം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ കുപ്രചരണങ്ങൾക്ക് മറുപടി പറയുക എന്നത് അനിവാര്യമായ ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സഹോദരങ്ങളെ സമയം ചെലവഴിച്ച് ആ വിമർശനങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് പ്രാമാണികമായി തത്തുല്യമായ രീതിയിൽ തന്നെ മറുപടി നൽകി മുന്നോട്ട് പോകുവാനാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ പരിപാടിയുടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ആമുഖത്തിൽ ഉണർത്തുകയാണ്. ഇവിടെ കേരളത്തിലുടനീളം മുജാഹിദ് മഹല്ലുകളിൽ നിന്ന് മുജാഹിദുകൾക്കിടയിൽ സഹോദരങ്ങളെ ജിന്ന് വിവാദം കടത്തിക്കൊണ്ടുവന്ന് നമുക്കില്ലാത്ത വാദം നമ്മുടെ മുതുകിൽ കെട്ടിവെച്ച് ഈ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിലെ തന്നെ പുരോഹിതന്മാരും അതുപോലെ തന്നെ അന്യമത വിഭാഗങ്ങളിലെ വ്യത്യസ്തമായ
ചിന്താധാരകളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളും വെച്ചു പുലർത്തുന്ന അബദ്ധമായ ചില പ്രാകൃതമായ ചില വിഷയങ്ങൾ, അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഈ ജിന്നുവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അനസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് കേരള നൂത്തുൽ മുജാഹിദീനിന്റെ ബാനർ, അതിന്റെ വേദി പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഹോദരങ്ങളെ ഈ ശിർക്ക് പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരലോകത്തെ കൃത്യമായി ഓർക്കണം. പടച്ചതമ്പുരാന്റെ ദർബാറിൽ ഒറ്റയ്ക്ക് വിചാരണ ചെയ്യപ്പെടുന്നതിനെ ചിന്തിക്കണം. കാരണം واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. അല്ലാഹു തആല പറയുന്നു, വിശുദ്ധ ഖുർആൻ അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് എന്താണ് പറയുന്നത്? നിങ്ങളെ റബ്ബിന്റെ സന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം ആ ദിവസത്തിന്റെ പ്രത്യേകത, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം കൃത്യമായി നിങ്ങൾക്ക് നൽകുന്ന ലോകമാണ്. സാധാരണ കാലത്ത് സംസാരിക്കണമായിരുന്നു. ഒരു തരുമ്പിലോട് നിങ്ങളോട് അനീതി കാണിക്കുകയില്ല. അത് നീതിയുക്തമായ വിചാരണ അല്ലാഹു തആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം പടച്ചു തമ്പുരാൻ നൽകും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, ആ ഒരു ചിന്തയില്ലാത്ത ആളുകളെ അന്ധമായി തക്ലീദ് ചെയ്തുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള വേദികൾ നൽകി ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ വിരിവാറ് കീറിവിളിച്ച് ആദർശ രംഗത്ത് ഒരുമിച്ച് നിൽക്കുന്ന മുജാഹിദുകൾക്കിടയിൽ ചിന്തകളുണ്ടാക്കുന്ന പ്രവർത്തനം വളരെ മാരകമായ ചിന്തയിൽ വെക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങുന്ന കാര്യമാണ് എന്ന് ആമുഖത്തിൽ തന്നെ ഞാൻ ഉണർത്തുകയാണ്. കാരണം യാതൊരു ലജ്ജയുമില്ലാതെ, ഒരു തരിമ്പ് ഈമാനിന്റെ അംശമില്ലാതെ, പടച്ചറബിനെ പറ്റി യാതൊരു ഭയവുമില്ലാതെ സഹോദരങ്ങളെ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിലേക്ക് വർഷങ്ങൾ കൊണ്ട് കടന്നുവന്ന് തൗഹീദിനു വേണ്ടി ഘോരഘോരം ശബ്ദിച്ച ഹദീസ് നിഷേധികൾക്കെതിരെ ശക്തമായി മറുപടി നൽകി മുന്നോട്ട് പോയ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വികലമായ രാഷ്ട്രീയ നിലപാടുകളെ പ്രമാണമുദ്ധരിച്ചു വന്നിച്ചിരുന്ന അവസരശിയാൽ ഇന്ന് ആ പ്രവർത്തന ബോധയിൽ നിന്നെല്ലാം മാറി മുജാഹിദുകൾക്ക് നേരെ വന്ന് അദ്ദേഹം ഇവിടെ പരാമർശിച്ച വിഷയങ്ങൾ നമ്മൾ അഭിനവ സാമരികൾ എന്നാണ്. അതുപോലെ നാം ജൂതറബിമാരാണെന്നാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ പേരിൽ അനവധി സംഘടനകൾ ഇവിടെ എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഏതോ ഒരു ജിന്നിന്റെ പേരിൽ ഒരു വിഭാഗം സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ജിന്നുവാദികളായി മുന്നോട്ട് പോകുന്നുവെന്ന് പറയുകയും അനവധി വ്യക്തികളെ വളരെ മോശമായ രൂപത്തിൽ പരിഹാസ്യമയമാക്കിക്കൊണ്ട് സഹോദരങ്ങളെ കടന്നു പോകുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ അനസരിസിയാരുടെ കപടമുഖം ഇവിടെ ഈ അവസരത്തിൽ പറിച്ചു ചീന്താൻ നിങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു കാലത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ആദർശമെന്ന് തുറച്ചു നിന്നൊരു കാലത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആ മഹത്തായ ആദർശ പ്രസ്ഥാന രംഗത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് എന്ന്. പക്ഷേ ഇന്ന് താൽക്കാലികമായ ദുനിയാവിന്റെ ചുരുങ്ങിയ ലാഭങ്ങൾക്ക് വേണ്ടി ഭാരതീയ ലോകത്തെ ശാശ്വതമായ വിജയം ലഭിച്ചാലുകൾ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവർ പുലർത്തിപ്പോകുന്ന ആദർശങ്ങളെ ചില വ്യക്തികളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി ചില കോക്കച്ചുകളുടെ മെഗാഫോണായി വർത്തിച്ച് മാറ്റുകയും എന്നിട്ട് വെള്ളത്ത് വരികയും ചെയ്ത് നമുക്ക് നേരെയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ കപടമുഖതകളെ വലിച്ചു ചീന്താൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ഞാനിന്ന് സംസാരിക്കുന്നില്ല. അനസരിസിയാറെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ എന്റെ ക്ലിപ്പിങ്ങിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കാൻ പറഞ്ഞൊരു പരിപാടിയുണ്ട്.
പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം നിറയ്ക്കുക. അതാണ് ഇന്നിവിടെ ഇൻഷാ അല്ലാഹ് നടക്കാൻ പോണത്. ഈ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പവിത്രമായ ആദർശത്തിന് നേരെ ചീരിപ്പാഞ്ഞു വന്ന ഈ വിഷം ചീറ്റുന്ന പാമ്പ്, മുഅ്മിനുകൾക്ക് നേരെ ഈ വിഷം, ശിർക്കിന്റെ വിഷം കുത്തിവെച്ച ഈ പാമ്പിന് സഹോദരങ്ങളെ സമൂഹമധ്യത്തിൽ കൃത്യമായി പിടിച്ചു നിർത്തി അദ്ദേഹത്തിന്റെ തൊലിയിലൂടെ, അദ്ദേഹത്തിന്റെ വജ്ജയിലൂടെ, അദ്ദേഹത്തിന്റെ മാംസത്തിലൂടെ തന്നെ ആ ശിർക്കാരോപണത്തിന്റെ വിഷം ഇറക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇവിടെ അദ്ദേഹം വന്ന് വിശുദ്ധ ഖുർആനിലെ തൗഹീദിന്റെ ആയത്തുകൾ വളരെ ഗംഭീരമായി ഓതുകയും പടച്ച തമ്പുരാന്റെ ഉന്നതമായ മഹത്വങ്ങളെ എടുത്തു പറയുകയും ചെയ്ത് സഹോദരങ്ങളെ ഘോരഘോരം പ്രസംഗിച്ചു. പുതുമയോടുകൂടി ആ വിഷയങ്ങളെ നോക്കിക്കാണുന്ന ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്, മുജാഹിദുകൾക്കിടയിൽ ഒരു വിഭാഗം അങ്ങേയറ്റം പ്രാകൃതമായ വിശ്വാസത്തിലേക്ക് പോവുകയും അവരെ തൗഹീദിന്റെ ആയത്തുകളോട് തിരിച്ചു കൊണ്ടുവരേണ്ടയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് തന്നെ വന്നല്ലോ എന്ന്. കാരണം മൂപ്പര പ്രകടനം ആ രൂപത്തിലാ പോയത്. പക്ഷേ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സംഘടനാ സംവിധാനങ്ങളെ ചൂഷണം ചെയ്ത് സമാന്തര സംവിധാനം പുറത്തുണ്ടാക്കി പുറത്തുപോയ മതമൂരികളുടെ പ്രവർത്തനം കണ്ടുപിടിച്ച, അവർക്ക് കൃത്യമായി മറുപടി പറഞ്ഞ ഒരേ ബോധയിൽ നിന്ന് ഞങ്ങൾക്ക് അത് കേട്ടിട്ട് യാതൊരു ഭാവമാറ്റമില്ല, യാതൊരു തരത്തിലുള്ള വിഷമമില്ല. എന്തുകൊണ്ട്? തൗഹീദിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ശിർക്കിന്റെ ഗൗരവം നിസാരമാക്കിയത് കൊണ്ടല്ല. ഈ മുസ്ലിയാരുടെ ഈ തൗഹീദിന്റെ ആയത്തിലും ഈ ശിർക്കിന്റെ ഗൗരവം പറയലിലും കരിമ്പ ഈമാൻ ഹൃദയത്തിലില്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. കാരണം എന്താണോ, വർഷങ്ങൾക്ക് മുമ്പ് ഈ ആരോപണങ്ങളുമായി കേരളത്തിൽ മടവൂരിൽ കടന്നു വന്നപ്പോ വളരെ കൃത്യമായി അനസ് മുസ്ലിയായി തന്നെ അവരോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. പുതിയതായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അഥവാ മടവൂരിലെ തൗഹീദിന്റെ ആയത്തുകളോടി, ശിർക്കിന്റെ ആയത്തുകളോടി, എന്നിട്ട് മുജാഹിദുകളുടെ മുമ്പിൽ പറഞ്ഞു, ഇതാ നമ്മൾ ആ ശിർക്കിലേക്കാണ് പോയത്, നമ്മൾ ആ തൗഹീദിൽ നിന്ന് അവർ അകന്നത് എന്ന്. അന്ന് അനസ് മുസ്ലിയാർ പറഞ്ഞത് ഞാനിപ്പോൾ അനസ് മുസ്ലിയാരോട് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് കൃത്യമായി നിങ്ങളൊന്ന് കേട്ടോളൂ. അതുകൊണ്ട് ഇവിടെ തൗഹീദിന്റെ ആയത്തിൽ ശരവർഷങ്ങളായി ഓടുകയും ഒരൽപ്പം നീളത്തിൽ അദ്ദേഹം പിന്നെ ജനഹൃദയങ്ങളിൽ സ്വാധീനം നേടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തെങ്കിൽ അത് തികച്ചും ഈമാനില്ലാത്ത കപട ആത്മീയതയുടെ ആ പ്രവർത്തനമാണ് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യമാകാൻ ആദ്യമായി നിങ്ങൾ ആ മുസ്ലിയാരെ മടമൂരികളെ വിമർശിച്ചുകൊണ്ട് ഇതേ വിഷയത്തിൽ മറുപടി കൊടുത്തൊരു ഭാഗം നിങ്ങൾ കേൾക്കുക. إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ആയത്തോടെയാണ് എന്റെ അർത്ഥം പറയാണ്. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഖുൽ ദുഅല്ലദീന സഅംതും മിൻ ദൂനി തുടങ്ങി തൗഹീദിന്റെ ആയത്ത് മുഴുവൻ ഓതുക. അയാളുടെ പ്രസംഗം കേട്ടാ തോന്നാൻ എന്താണല്ലേ, ഏതോ ഖുറാനിലേക്ക് മറുപടി പറയാന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ദുരുദ്ദേശം. അത് തന്നെയാണ് നിങ്ങളുടെയും ദുരുദ്ദേശം. ഈ സതുദ്ദേശമെന്നും മടമൂടികളെന്ന് തൗഹീദിന്റെ ആയത്തോടിയിട്ട് നമുക്ക് നേരെ ശിർക്കാരോപിച്ച് ദുരുദ്ദേശമാണെന്നും പറയുന്നതിന് അർത്ഥമില്ല മുസ്ലിയാരെ. കാരണം ഞങ്ങളൊക്കെ പ്രമാണമനുസരിച്ച് തെളിവിന്റെ പിൻബലത്തിൽ ജീവിച്ച് മുജാഹിദായ അന്ധമായ തക്ലീദിന്റെ ആളുകളല്ല, കാലകീലകത്ത് എഴുതുന്നവരല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം സതുദ്ദേശമല്ല, ദുരുദ്ദേശം തന്നെയാണെന്ന് ഞങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. ബാക്കി കേട്ടോളി. എന്ത് ഇന്തും കൂലി വാങ്ങുക എന്നതായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളങ്ങനെ മൂപ്പരിങ്ങനെ ആയത്തോത് എന്ത് إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ആയത്തോടെയാണ് എന്റെ അർത്ഥം പറയാണ്. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഖുൽ ദുഅല്ലദീന സഅംതും മിൻ ദൂനി തുടങ്ങി തൗഹീദിന്റെ ആയത്ത് മുഴുവൻ ഓതുക. അയാളുടെ പ്രസംഗം കേട്ടാ തോന്നാൻ എന്താണല്ലേ,
ഏതോ ഖുറാഫിക്ക് മറുപടി പറയാമെന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ദുരുദ്ദേശം, അല്ലാതെ ആയത്തോതി കൂലി വാങ്ങുക എന്നതായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളങ്ങനെ ഈ ഇടവണ്ണയിൽ വന്ന് കബളിപ്പിച്ചു പോകാമെന്ന് വിചാരിക്കണം മക്കളെ. നിങ്ങളങ്ങനെ ഈ കോഴിക്കോട് വന്നുകൊണ്ട് കബളിപ്പിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എവിടെയൊക്കെ ഈ ശിർക്കിന്റെ പ്രചാരണവുമായി മുവഹിദിലേക്ക് നേരെ ശിർക്കാരോപിച്ച് രംഗത്ത് വരുന്നുണ്ടോ, വരുന്നിടത്തെല്ലാം നിങ്ങളുടെ പിന്നിൽ ഞാനുണ്ട്, ഞങ്ങളുണ്ട് എന്ന് പ്രത്യേകം നിർത്തുകയാണ്. ഞാൻ പ്രത്യേകം എന്ന് പറയാൻ ഞാനെന്താറോ, ഈ അനസ് മുസ്ലിയാർക്ക് തന്നെ ഈ ഉള്ളവൻ സഹോദരങ്ങളെ 15 സ്ഥലത്ത് അപ്പം മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒരൊറ്റ സ്ഥലത്തും ഈ സഖാഫിയെ പോലെ അർഷനിമാരെ പോലെ തങ്ങളുടെ കൈകളിൽ നിന്ന് അബ്ദുറഹ്മാൻ കൊടുത്ത റെഡിമെയ്ഡ് ക്ലിപ്പുകൾ മുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിതറുക എന്നതല്ലാതെ മറുപടി തീർത്തു പറഞ്ഞാൽ മുസ്ലിയാർ രണ്ടാമത് വരില്ല. എന്നൊക്കറിയാം. അനസ് മുസ്ലിയാർ എവിടെയും വന്നിട്ടില്ല. പിന്നെ 16 സ്ഥലങ്ങളിൽ പറയുക ഈ കോഴിക്കോട് അടക്കം 15ാമത്തെ സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ശിർക്കാരോപണ സമ്മേളനം നടത്തി നിങ്ങൾ അനസ്മുസ്ലിയാർക്ക് സീഡി കൊണ്ടുപോയി കേൾപ്പിക്കണം. എന്നിട്ട് മൂക്കയത്ത് വലിച്ചു കൊണ്ടുവരണം. ഇവിടെ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി നമുക്ക് തുടർന്നു പോകണം. കാരണം മുജാഹിദ് പ്രസ്ഥാനം ഗണ്ണനങ്ങളെ ഭയപ്പെടുന്ന പ്രസ്ഥാനമല്ല, ഗണ്ണനങ്ങളെ ഭയപ്പെടുന്ന പ്രസ്ഥാനമല്ല. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച തന്നെ ഗണ്ണനമണ്ഡലങ്ങളിലൂടെയാണെന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആയത്തോതി ശിർക്കാരോപിച്ച് തടുക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങളെ ഞങ്ങൾ വിടില്ല എന്നാണ് പറയാനുള്ളത്. ബാക്കി കേട്ടോളി. ഇത് തന്നെ ഇത് എത്ര കുടന്തം കണ്ടതാ. എന്ത് ും എന്റെ മുജാഹിദിൽ വിളിച്ചിട്ട് പറയാ, എന്ത് ഇന്തദൂഹും നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അതേ ലായിസ്മൗദുആക്കും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം തരൂല. നാളെ പാരമ്പര്യ ലോകത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവിടെ വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ അവരത് നിഷേധിക്കുകയും ചെയ്യും എന്നല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയത്തോക അങ്ങനെ അലീമുല്ല ആയത്തോ നിർത്തിക്കഴിയുമ്പോ മച്ചാലെനിക്ക് ഏത് നമ്മുടെ ഈ സാധനെ ഈ അഴുക്കിയാൽ എണീറ്റിട്ട് പറയാ, എന്ത് കണ്ടോ എത്ര വിഷമകരമാണ് സാഹചര്യം. നമ്മുടെ ആളുകളോട് പോലും നമ്മൾ ഇത്രയും കാലം ഖുറാഫികളോട് ഓതിക്കൊടുത്തായി തോന്നിക്കൊടുക്കേണ്ട അവസ്ഥയല്ലേ നമുക്ക്. എന്ത് കഷ്ടപ്പാടായി പോയി. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം. അങ്ങനെങ്കിലും ആയത്തേക്കൊന്ന് ഓർത്തു വരട്ടെ. കുറെ കാലമായല്ലോ, അത് മറന്നു കിടക്കുകയാണല്ലോ. കാര്യം മരം നട്ട് തീർന്നിട്ട് സമയമില്ല. കാര്യം മടവൂരികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം വെച്ചാല് അവസാനം ഇന്നും പിശാചൊന്നും പിടുത്തം കിട്ടില്ല, എന്ത് ചെയ്യും, എല്ലാം മരത്തിലും കയറിയിരിക്കുക എന്ന വിചാരത്തിൽ നേരത്തെ തന്നെ മരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ചിട്ട് ഇവിടെ ഖുറാഫികൾ പോലും പേരോട് പോലും ഇതുപോലെ സദസ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് മുജാഹിദുകളുടെ ആ ശിർക്കിലേക്കെന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ എന്താണ് മുജാഹിദുകൾക്കുണ്ടായ ശിർക്ക് എന്ന് അത് പ്രചരിപ്പിച്ച മടവൂരികളെ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോ, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നവമടവൂരികളെ നിങ്ങൾക്കും അത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. ഈ കേരളത്തിലുള്ള നിങ്ങൾ സക്കറിയ സലാഹിന്റെ 2 ക്ലിപ്പുകളിട്ട് ഇസ്ലാമി മാസികയിലെ ചില ഉദ്ധരണികൾ കോട്ടിമാറ്റി വായിച്ച് മുവഹിദികൾക്ക് നേരെ ശിർക്കാരോപിച്ച് രംഗത്ത് വരുന്നു എന്നതല്ലാതെ ഇപ്പോഴും ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ നിങ്ങൾക്ക് പ്രാമാണികമായ മറുപടി പറയാനോ അത് കൃത്യമായി തെളിയിക്കാനോ സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശവും ഞങ്ങൾക്കിവിടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടോളൂ ബാക്കി നിങ്ങൾ. വളരെ വ്യക്തമായി പറയുകയാണ്. ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ജിന്ന് മടവൂരികളിപ്പോ ചിരിക്കാൻ വലിയ കാത്തിരിപ്പുണ്ടാവും. പക്ഷെ ചിരിയൊന്നും വല്ല ആരെങ്കിലും അടുത്തുള്ള വിക്കിട്ട് വിട്ടേക്കും. മനസ്സിലായോ? വലിയ ചിരിയായിരുന്നു ഇതൊക്കെ പറയുമ്പോഴേ. ഇപ്പൊ വലിയ ചിരിയൊന്നും ഉണ്ടാവൂല നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നന്നായി നിക്കിലിട്ട് ചിരിച്ചോ. മലയാളം മനസ്സിലായിട്ടില്ല എങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണത്? ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിൽ കഴിയുന്നു. എന്തേ? സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് പറഞ്ഞ ജിന്നിന് കഴിയുന്നു. ശിർക്ക്. കാരണം എന്താ? അത് ജിന്നിന് കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ശിർക്ക്. ആയിക്കോട്ടെ. 1 2 അമലയോട് പറയണേ. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്.
രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടുകഴിഞ്ഞല്ലോ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സക്കരിയ സലാഹിയല്ല, ശംസുദ്ദീൻ പാലത്തല്ല, അമാനി മൗലവി. അമാനി മൗലവി എന്തേ രണ്ടായത്തോതി കൊടുക്ക്? അമാനി മൗലവി പഠിക്കട്ടെ, രണ്ടായത്തോതി കൊടുക്ക്. അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ട് നേരെ ഒരു അർത്ഥം പറയാൻ പറ്റാത്തവന്മാരെ പറയും. സഹോദരങ്ങളെ, അതാണ് ഇവിടെ വന്നുകൊണ്ട് സത്യത്തിൽ എന്ത് ചെയ്ത് അമാനി മൗലവിയുടെ പേരിൽ പോലും പച്ചക്കളവ് വരച്ചുപോയത് അല്ലേ? അപ്പൊ ഇതാണ് സാക്ഷാൽ മടമൂരിസം തലക്ക് കയറിയാലുണ്ടാകുന്ന അവസ്ഥ. മടമൂരികൾ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ തുളച്ചു പുറത്തുപോയപ്പോൾ അവർക്ക് കരികളിൽ സെലഫിയത്തില്ലാത്തത് കൊണ്ട് തന്നെ നിലനിൽപ്പ് അനിവാര്യമായി വന്ന സമയത്ത് അവർ പൊട്ടിച്ചൊരു ബോംബാണേത്. മുജാഹിദികളിതാ അന്ധവിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു, ജിന്ന് സേവയിലേക്കും പിശാച് പൂജയിലേക്കും പോയിരിക്കുന്നു. അതിന് കൃത്യമായി മുജാഹിദ് വേദികളിൽ മറുപടി പറഞ്ഞ മനുഷ്യൻ താൽക്കാലിക ദുനിയാവിന് വേണ്ടി ആരുടെയൊക്കെ ചത്തുരമായി മാറിയാൽ എന്താണ് സഹോദരങ്ങളെ അവസ്ഥ?
പ്രബോധന പ്രവർത്തനം അപ്പൊ സഹോദരങ്ങളെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, ഇവിടെ അനസ് മുസ്ലിയാർ വന്നുകൊണ്ട് കാര്യമായി വഹ്യികളായ ആദർശബോധമുള്ള മുജാഹിദികൾക്ക് നേരെ ഉന്നയിച്ച ഒരു വലിയ ആരോപണം, അവര് പടച്ചു തമ്പുരാന്റെ കൂടെ ജിന്നുകളോടും മലക്കുകളോടുമൊക്കെ സഹായം തേടാം, അത് ശിർക്കല്ല എന്ന വാദക്കാരാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലുടനീളം കടന്നു വന്നിട്ടുള്ള കറുത്ത കുർബാന എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ഒരു വിഭാഗം ഇപ്പോൾ സാത്താൻ സേവയിലൂടെ വളരെ വൃത്തികെട്ട ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാസമ്പന്നരായ ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ടുള്ള ഒരു വിളിയാണ് സത്യത്തിൽ ഇവിടെ കേരളത്തിൽ ഇത് ശിർക്കല്ല എന്ന വാദത്തിലൂടെ ഇവർ കൊണ്ടുവരുന്നത് എന്ന്. എന്തുമാത്രം ഒരു ആരോപണമാണ് സഹോദരങ്ങളെ ഉന്നയിക്കുന്നത്. ഇവിടെ ആരാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ജിന്നിനോട് സഹായം തേടണമെന്ന് പറയുന്നവർ? അത് അനുവദനീയമാണെന്ന് എവിടെ പറഞ്ഞു? എവിടെയും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ലാത്തൊരാരോപണം ഇവർ ഉന്നയിച്ച് സഹോദരങ്ങളെ നിലനിൽപ്പ് തേടുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് ബോധ്യമാകാൻ ഇതേ അനസ് മുസ്ലിയാർ തന്നെ ഇയാളുടെ കൂടെ കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ഓടി നടക്കുന്ന ഹനീഫ് കായക്കൊടിയും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ ഇന്ന് ശിർക്കാരോപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹ് മാസികയ്ക്ക് നേരെ, അത് എഴുതിയിട്ടുള്ള ഗ്രന്ഥകർത്താവിന് നേരെ വർഷങ്ങൾക്കും നടപടികൾ ഇതുപോലെ ശിർക്കാരോപിച്ചപ്പോൾ ആ ഇസ്ലാഹ് മാസിക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നവര് ഉന്നയിച്ച വാചകങ്ങൾ പോലും കൃത്യമായി വായിച്ചുകൊണ്ട് സഹോദരങ്ങളെ മുജാഹിദുകൾ കെട്ടിക്കൊടുത്ത വേദിയിൽ ഈ മുസ്ലിയാർ അടങ്ങുന്ന ആളുകൾ മറുപടി നൽകിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ കാര്യം കൃത്യമായി നിങ്ങളൊന്ന് കേൾക്കുക. ജബ്ബാർ മൗലവിക്ക് അങ്ങനെ വാദമില്ല എന്ന് പറയുമ്പോൾ ജബ്ബാർ മൗലവിയുടെ അങ്ങനെ എനിക്കങ്ങനെ വാദമില്ല എന്നുള്ള കൃത്യമായ വീഡിയോ ക്ലിപ്പിൽ വരെ നാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നുകൂടെ ബോധ്യമാകാൻ വേണ്ടിയാണ് എന്ന് ഉണർത്തുകയാണ്. കേട്ടോളൂ. പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം അവർ ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബൗദ്ധികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കും.
അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം ഉശിയാക്കന്മാരുമായി സംവാദങ്ങൾ നടത്തുന്നു. ഇത് കണ്ടപ്പോൾ ഹാലിളകിയ ഒരു വിഭാഗം, നമ്മുടെ നാട്ടിൽ അഡ്രസ്സില്ലാതെ പോയൊരു വിഭാഗം, അവർക്ക് വല്ലാത്ത പ്രയാസമായി. അവർ നാടുനീളെ പ്രചരിപ്പിച്ചു, ജിന്നിനോട് പ്രാർത്ഥിക്കാമോ എന്ന് കുന്നത്തേറി സംവാദത്തിൽ വെച്ച് ചോദിച്ചിട്ട് മുജാഹിദ് മൗലവിമാര് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടുനീളെ പ്രചരിപ്പിച്ചു. എന്ന് മാത്രമല്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന പച്ചനുണ നമ്മുടെ നാടുനീളെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ നുണ പ്രചരിപ്പിക്കുമ്പോൾ, ഈ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് അതിനു വേണ്ടി അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഈ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. എന്താണ് ആ ലേഖനം എന്നറിയുമോ? നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി, നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല, ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ, ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം, ആ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദുകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ, ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ, കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ, അഭൗതിക ഭൗതിക വ്യത്യാസങ്ങളെ വിശദീകരിക്കുമ്പോൾ, അങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട്, ഇപ്പോഴും നൽകാറുണ്ട്, എന്നും നൽകാറുണ്ട്. അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൗലവി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവർക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അതിർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരി ചുറ്റുന്ന മടവൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ പരാമർശം എന്നറിയുമോ? ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ആ പരാമർശം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായവേട്ടം അതിലില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ജിന്നുകളോട് അതേ പ്രകാരം നരകികളോട് സഹായികളെ പ്രാർത്ഥിക്കണമെങ്കിൽ അവരോട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം അത് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പറയട്ടെ, തെറ്റുകളോട് ആരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കൽ ചുക്കാണ്, അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്നാൽ ജിന്നുകളോടോ മരത്തികളോടോ സഹായം തേടാമെന്നോ ഈ ആരോപിക്കപ്പെടുന്ന ഇങ്ങനെ പറയുന്ന പ്രസിദ്ധീകരണങ്ങളിൽ എവിടെയും അങ്ങനെയെങ്കിൽ ആ ആരോപിക്കപ്പെടുന്ന 2007 ഏപ്രിൽ മാസത്തില് ഇസ്ലാമിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ വേറെ തേടണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് പറയുന്നുണ്ട്? എപ്പോഴാണ് പ്രാർത്ഥന ആവുക, പ്രാർത്ഥന ആവാതിരിക്കുക എന്നുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. ചെറിയ കാര്യം മനസ്സിലാക്കുക. ഇവിടെ എങ്ങനെ തേടണമെന്നോ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണമെന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. നേരെ മറിച്ച് ഭൗതിക
വിശ്വാസമെന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചനുണ പറഞ്ഞു പരച്ചുകയാണ്. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ വ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ശരിക്കും സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി മാറി യഥാർത്ഥത്തിൽ ഈ കോക്കസിന്റെ കുപ്രചരണങ്ങൾ മാത്രം കാതോർക്കുന്നവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ എന്താ വിശദീകരിക്കേണ്ടത്? ഒന്നും വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ കാലങ്ങളിൽ മടവൂരികൾ എന്തൊക്കെയാണോ ആ ഇസ്ലാഹി മാസം ഉപയോഗിച്ച്, ആ ലേഖകനെ ഉപയോഗിച്ച്, അതിന്റെ ആദർശ പ്രബോധകരെ എങ്ങനെയാണോ അവര് സമൂഹമധ്യത്തിൽ തേജോധം ചെയ്തത്, അതേ പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ഈ മുസ്ലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ഇതിന് ബേജാറാകണ്ട. ഇത് പടച്ചോ നമുക്ക് തന്നൊരു പരീക്ഷണമാണ്. ഈ സാധനം ഇതെങ്ങാനും ആ കോക്കസിന്റെ കുപ്രചരണങ്ങളിൽ സഹോദരങ്ങളെ വശംബദരായി അങ്ങോട്ട് പോകാതെ ഈ കുളച്ചണ്ടെങ്ങാനും ഇവിടെ തങ്ങി നിന്നിട്ട് നിങ്ങളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ ചേരേണ്ടവർ തന്നെയാണ്. അത് അവിടെ ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ കപട നിലപാട് കൃത്യമായി നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനും അങ്ങനെ ഒരു വിശ്വാസമേ ഒരു വാദമേ ഇല്ല എന്ന് മുസ്ലിയാർ ചങ്കുകീറി പ്രസംഗിക്കുന്നു. എന്നിട്ട് അതേ ഇസ്ലാഹ് വായിച്ചുകൊണ്ടാണ് ഇവിടെ സക്കരിയ സുലാഹിക്ക് നേരെ അദ്ദേഹം ശിർക്ക് എന്ത് ജിന്നിനെ വിളിച്ച് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വലിയ നേതാവ് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ആ ഇസ്ലാഹ് മാസികയിലെ തൊട്ടപ്പുറത്തുള്ള ഒരു ഖണ്ഡിക വായിച്ചു കൊടുത്തു. ഏതാ? രാത്രിയുടെ മറവിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഒരു പ്രകാശം, ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിന്റെ ഉടമ ഒരു ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ജിന്നിനോട് എനിക്കൊരു വെളിച്ചം തരുമോ എന്ന് ചോദിച്ചാൽ അതിൽ അബൗദികതയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പ്രതീക്ഷ അതിലില്ല. അതുകൊണ്ട് തന്നെ ആ വിളി അത് പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല. അതിന്റെ അർത്ഥം എന്താ? ഇരുട്ടത്ത് തപ്പിത്തറിയുന്ന ആളെ ജിന്നിനെ വിളിക്കണമെന്നാണോ? ജിന്നുകളെ സഹായത്തിന് വിളിക്കണമെന്നാണോ? അല്ല. ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്താണ്, അതീതം എന്താണ് എന്നുള്ളത് കൃത്യമായി സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? ഹമീദ് വൈസി അമ്പലക്കടവ് സത്യധാരയിൽ അല്ലാഹുവല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ മറഞ്ഞ വഴിയും തെളിഞ്ഞ വഴിയും സൃഷ്ടികയും മനുഷ്യകയും ഒക്കെ കൂട്ടിക്കുഴച്ച് നന്നായി തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അന്ധവിശ്വാസത്തിന് മുനയടിക്കുന്ന ഒരു ലേഖനമാണ് തൗഹീദിന്റെ അക്ഷരശബ്ദമായ ഇസ്ലാഹിൽ സഹോദരങ്ങളെ കൃത്യമായി രചിച്ചത്. അത് സന്ദർഭത്തിൽ നിർത്തിയെടുത്ത് മടമൂലികൾ ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ അതിന് മുജാഹിദികൾ കെട്ടിക്കൊടുത്ത വേദിയിൽ ആർജവത്തോടുകൂടി മറുപടി പറഞ്ഞ മുസ്ലിയാർ ഇന്ന് അതേ ഇസ്ലാഹ് മാസികയിൽ അപ്പുറത്തെ കോട്ടിംഗ് എടുത്ത് വായിച്ച് നമുക്ക് നേരെ ശിർക്കാരോപിക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിലപാടിനെ പറ്റി നമ്മൾ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആലോചിച്ചു നോക്കണം. ഇവിടെ അദ്ദേഹം ചെയ്ത ഏറ്റവും നിഷ്ഠൂരമായ പ്രവർത്തനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇവിടെ ശിർക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി പച്ചയായ ശിർക്കിന് വേണ്ടി ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്ന മുസ്ലിയാക്കന്മാരിൽപ്പെട്ട കാന്തപുര വിഭാഗത്തിൽപ്പെട്ട നൗഷാദ് ഹസ്സനി, ഈ നൗഷാദ് ഹസ്സനി സഹോദരങ്ങളെ ഒരു മുഖാമുഖത്തില് ഒരാൾക്ക് നൽകുന്ന ഒരു മറുപടി, ആ മറുപടി സക്കരിയ സലാഹിന് ക്ലിപ്പിട്ടുകൊണ്ട് നൽകിയിട്ടുള്ള മറുപടി എന്താണ്? ആ മറുപടിയിൽ പറയുന്നത് മനുഷ്യ സൃഷ്ടികളുടെ കഴിവ് എന്നായിരുന്നു മുജാഹിദികൾ ഇത്രകാലം പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയിരുന്നത്. മനുഷ്യരുടെ കഴിവിന് അതീതമായത് ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്നായിരുന്നു മുജാഹിദികൾ ഇത്രകാലം പറഞ്ഞിരുന്നത്. എന്നാൽ സക്കരിയ സലാഹി പുതിയ വാദവുമായി കടന്നു വന്ന് മനുഷ്യ കഴിവെന്ന് മാറ്റി സൃഷ്ടി കഴിവ് എന്നാക്കി. അത് എന്തിനാണ്? ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് ആന, ആ വലിയ ആനയെ കൊണ്ട് മരം വലിപ്പിച്ചാൽ മനുഷ്യ കഴിവിന് അതീതമായ ഒരു കാര്യം സൃഷ്ടിയായ ആനയോട് തേടിയാൽ ശിർക്കാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ജിന്നുകളോട് സഹായം തേടാൻ വേണ്ടിയിട്ടാണ് എന്ന് നൗഷാദ് ഹസ്സനി പറയാ. സഹോദരങ്ങളെ, ഈ ഖുറാഫി മുസ്ലിയാര് ഈ വാദം കൊണ്ടുവരുന്നത് എന്തിനാ? നമുക്കില്ലാത്തൊരു വാദം നമ്മുടെ മേലെ കെട്ടിവെക്കുന്നത് എന്തിനാ? അതിനെ കൊടുപ്പുണ്ടെങ്കിലും വെച്ച് വ്യാഖ്യാനിക്കുന്നത് എന്തിനാ? തൗഹീദ് പ്രസ്ഥാനം നിലനിൽക്കാനുള്ള ആത്മാർത്ഥമായ താല്പര്യം കൊണ്ടാ? അല്ല.
ഇത് ഇവരെ പോലെയുള്ള മുസ്ലിയാക്കന്മാര് ഹനീഫ് കായക്കുടി, മനസ്സ് മുസ്ലിയാരും, നാസർ സുല്ലമി എന്ന മടവൂരി ചാരനും ഇനി വരാനിരിക്കുന്നവരുമൊക്കെ എന്റെ ക്ലിപ്പ് നന്നായി KNM വേദിയിൽ ഉപയോഗപ്പെടുത്തും. അവർക്കറിയാം. അതിനുവേണ്ടി അവർ ഇട്ടുകൊടുക്കുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ ഹുസൈൻ സലഫിയുടെ ക്ലിപ്പ് ഫിറ്റാക്കി. ഹുസൈൻ സലഫി എന്ന് പറയുന്ന മനുഷ്യ കഴിവ് അവസാനിക്കുന്നതിനടുത്ത് നമുക്ക് അവലംബിക്കാവുന്ന ഒരേ ശക്തിയേ ഉള്ളൂ, അല്ലാഹു തആല. അവിടെ ജിന്നില്ല, മലക്കില്ല, മരിച്ചുപോയ മഹാത്മാക്കളില്ല. എന്നിട്ട് ഹുസൈൻ സലഫിന്റെ അടുത്ത് അങ്ങല് എന്ത് ആ ആദർശത്തിലാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനമുള്ളത്. നിങ്ങളതിൽ നിന്ന് ജിന്നുവാളികളുടെ കൂടെ പോയി പിഴച്ചില്ലേ, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഈ ആരോപണവും മടവൂരികൾ മുമ്പ് ഉന്നയിച്ചതാണ്. ഏത് മുജാഹിദ് പ്രസ്ഥാനം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആ ചോദിക്കലാണ് പ്രാർത്ഥന എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇവർ ജിന്നുവാദം കൊണ്ടുവന്നപ്പോൾ മനുഷ്യ കഴിവ് മാറ്റി സൃഷ്ടി കഴിവിന് അതീതമെന്നാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർവചനം മാറ്റി എന്ന ഈ ആരോപണം മടവൂരികൾ ഉന്നയിച്ചപ്പോൾ അന്നും മടവൂരികളുടെ ഈ ആരോപണത്തിന്റെ ക്ലിപ്പിട്ട് അനസ് മുസ്ലിയാരാണ് മുജാഹിദ് വേദിയിൽ നിന്ന് മറുപടി കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. ഇന്ന് ആ സഖാബിയുടെ ക്ലിപ്പിട്ടുകൊണ്ടാണ് അതേ മുസ്ലിയാര് ആ ഒരു വിഷയം അവിടെ മറച്ചുവെച്ച് അദ്ദേഹം സക്കരിയ സ്വലായി നിർവചനം മാറ്റിയതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ഖുറാഫികൾ പോലും പറയുന്നു. ഇപ്പൊ സഹീൽ ബുഖാരി എന്നല്ല, തെളിവേല നൗഷാദ് ഹസ്സനി, AP സുന്നിയുടെ മുഖാമുഖം, ഇതൊക്കെയാണ് ഇപ്പൊ മൂപ്പര കാര്യമായ ജീവവായു. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള വിഷയം മനസ്സിലാക്കാൻ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഈ മുസ്ലിയാർ തന്നെ നമ്മൾ നിർവചനം മാറ്റിയിട്ടില്ല. മനുഷ്യ കഴിവ് എന്നല്ല, സൃഷ്ടി കഴിവിന് അതീതമായത് ചോദിക്കൽ തന്നെയാണ് പ്രാർത്ഥന എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞത് കൃത്യമായി പുസ്തകം പാലിച്ച് മടമൂരികളുടെ ആരോപണത്തിന് മറുപടി കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കൂ. അപ്പോൾ ഇവിടെ ഖുറാഫികളുടെ ക്ലിപ്പിട്ട് നമുക്ക് നേരെ ശിർക്ക് മുസ്ലിയാർക്ക് കരിമ്പുസ്ഥാനത്തിനോടോ ഈ ആദർശത്തിനോടോ താല്പര്യവും അതിന് ഇഷ്ടവുമില്ല എന്ന് ബോധ്യപ്പെടും. കേട്ടോളൂ. മാറ്റി നിർവചനം കേൾപ്പിച്ചേരാണ്. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കൽ, അതാണ് പ്രാർത്ഥന. അത് മുജാഹിദ് മാറ്റിയ നിർവചനമാണ് എന്ന് അതോടെ കേൾപ്പിക്കുന്നു. മുജാഹിദ് കേൾപ്പിക്കണ്ട, ഞങ്ങൾ കേൾപ്പിച്ചേരാം. എവിടുന്ന്? ഇത് യുവത ഇറക്കിയ ബുക്ക്, ലേറ്റസ്റ്റ് ബുക്കാണ്. യുവത ഇറക്കിയ ബുക്ക്. യുവത എന്ന് പറഞ്ഞാല് മടവൂരികളുടെ പ്രസിദ്ധീകരണാലയം. ആരുടെ ഫത്വ? KM മൗലവിയുടെ ഫത്വ. ഏത്? KM മൗലവിയുടെ ഫത്വ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ, അദ്ദേഹം കൊടുത്ത ഫത്വ KM മൗലവി. ആ KM മൗലവിയുടെ ഫത്വകൾ ഇതൊന്ന് വായിച്ച് പഠിച്ചൂടെ മദനി? നന്നായിട്ട്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം? ഞങ്ങളൊക്കെ സുന്നിയായിരുന്നു. ആ സുന്നിയായിരുന്ന ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതൊക്കെ വായിച്ച് പഠിച്ച് ആദർശം പഠിച്ചിട്ടാ വാദോറെ നടക്കണേ. ഈ മദനി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കണുണ്ടല്ലോ. ഒന്ന് വായിച്ചൂടെ ഈ ബുക്ക്? KM മൗലവിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂടെ? ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. മുജാഹിദർ മാറ്റിയ, മുജാഹിദുകൾ തിരുത്തിയ നിർവചനാണ്, പുതിയ നിർവചനം ഉണ്ടാക്കിയതാണ്. എന്നാൽ ഇതിന്റെ 136ാമത്തെ പേജ് കേട്ടോ. KM മൗലവിയുടെ ഫത്വ. KM മൗലവിയുടെ ഫത്വ. അത് KNM പബ്ലിഷ് ചെയ്തതല്ല, യുവത പബ്ലിഷ് ചെയ്തത് CP ഉമർ സുല്ലമി. ആ CP ഉമർ സുല്ലമിയാണ് ഇതിന് അദ്ദേഹമാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. CP ഉമർ സുല്ലമി ആമുഖം എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കൃത്യമായി കേട്ടോളൂ. അതായത് എഴുതി വെക്കണം. അതായത് അള്ളാഹുവിന്റെ ശക്തിയിൽ മാത്രമുള്ളതും സൃഷ്ടികളുടെ ശക്തിക്കപ്പുറത്തുള്ളതുമായ രക്ഷയോ സഹായമോ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരുവാൻ വേണ്ടിയുള്ള ദുആ എന്ന ബ്രാക്കറ്റിൽ വളരെ അങ്ങേറ്റമുള്ള താഴ്മയോടുകൂടിയുള്ള അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. അപ്പൊ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് പുതിയ നിർവചനമല്ല, KM മൗലവി എഴുതിയ നിർവചനം. ഇനി ആ നിർവചനം നിങ്ങൾക്ക് പറ്റൂലേ എങ്കിൽ ഇത് പ്രാർത്ഥന തൗഹീദ് യുവത തന്നെ ഇറക്കിയ ബുക്ക്, യുവത എഴുതിയ ബുക്ക് പ്രാർത്ഥന തൗഹീദ്. ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി എഴുതിയ ബുക്ക്. ഇത് കേട്ടോളൂ. എന്നാൽ പറയുന്നത് ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. സൃഷ്ടികൾക്ക് ഒരാൾക്കും കൊടുക്കാത്ത കഴിവ്. ആ
ആ കഴിവാണ് അഭൗതികമെന്ന് പറയുമ്പോൾ മുജാഹിദുകൾ ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായി പ്രാർത്ഥന തൗഹീദ് ബുക്ക് ഇതിപ്പോ താഹ ബുക്ക് സ്റ്റാളിന്ന് പൈസ എടുത്ത് തുടങ്ങിയതാണ്. താഹ ബുക്ക് സ്റ്റാളിന്ന് ഒറിജിനൽ ബുക്ക് ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ബുക്ക് വായിച്ചു നോക്കൂ, പരിശോധിക്കൂ. അപ്പൊ പുതിയ നിർവചനമാണോ ഇത്? ഒരിക്കലും പുതിയ നിർവചനമല്ല. കൃത്യമായി ഇതിൽ തന്നെ കാണാം. ഇത് ഇടയ്ക്ക് മൂപ്പര് വരുത്താൻ ശ്രമിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ 2 ബുക്ക് ഞാൻ ഇപ്പൊ സമർത്ഥിക്കുന്നുള്ളൂ. ഇനിയും കൃത്യമായി തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാറുണ്ട്. ആവശ്യമെങ്കിൽ പിന്നെ ഉദ്ധരിക്കാം. ഇത് നിങ്ങൾ ഉദ്ധരിക്കണ്ട. നിങ്ങളുടെ നിലപാടെന്താണ് ഈ സമുദായം കൃത്യമായിട്ട് അളന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ബുക്കൊക്കെ ചെതറി പിടിച്ചു പോകുന്നതിന് പകരം ഉപകാരപ്പെടും ഞങ്ങൾക്ക്. നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് മറുപടി ഞങ്ങൾക്ക് വേണമെന്നുള്ള ആളെ. ഇനി എന്തിനാലൊക്കെ മടവൂരികൾക്കെതിരെ ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഖുറാഫികൾക്കെതിരെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താ, അവരൊന്നും മറുപടി പ്രസംഗത്തിന് പോകുന്നില്ല. മുസ്ലിയാരിപ്പോ കാര്യമായിട്ടും മുസ്ലിയാരെ പണി എന്താണ്? മുവഹിദുകൾക്ക് നേരെ ശിർക്കാരോപിച്ച് നടക്കുക. അതിന് ഈ അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ തന്നെ ചില ആളുകളും സഹോദരങ്ങളെ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തു. ഇത് സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് മടവൂരികൾ ഇതിൽ നിന്ന് പുറത്തുപോയപ്പോൾ അവർക്ക് നിലനിൽക്കാൻ വേണ്ടി ഒരു ആരോപണം ഉന്നയിച്ചതുപോലെ 2012 KNM-ന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ യൂണിറ്റ് മുതൽ സംസ്ഥാനതലം വരെ തങ്ങളുടേതായ ആളുകളെ ഈ പ്രസ്ഥാനത്തിനകത്ത് നേതൃനിരയിൽ ഓർക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി ഇവര് ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ചതാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ചതാണ്. അതിന് ഏറ്റവും നല്ല ഔഷധം എന്താണെന്ന് ചോദിച്ചാൽ പുണ്ണാക്ക് കൊണ്ട് മെഴുക്കളിയാന്ന് പറയും നാടന്മാര് പറഞ്ഞ പോലെ. എന്താ പുണ്ണാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കൊപ്ര ആട്ടിയിട്ടാ വെളിച്ചെണ്ണ ഉണ്ടാകുക. ഈ വെളിച്ചെണ്ണ കയ്യുമ്മലായ എന്താ ചെയ്യുന്നത് നിങ്ങൾ? ആ പുണ്ണാക്ക് എടുത്തിട്ട് കൈമലൊന്നാണ് തുടക്കും, അതിട്ടാ പ്രശ്നം ക്ലിയറായി. ആ പണിയാണ് ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത്. ഈ മുസ്ലിയാര് ഉണ്ടാക്കിയ പിത്തന ഈ മുസ്ലിയാരാകുന്ന പുണ്ണാക്കിനെ തന്നെ ഒന്നണ്ട് വരുതിയ വിഷയം തീർന്നു. കൃത്യമായി കേട്ടോളൂ. മുജാഹിദുകൾക്ക് നേരെ മുസ്ലിയാക്കന്മാരും മടമൂരികളോടൊപ്പം ചേർന്ന് ഉന്നയിച്ച ആരോപണത്തിന്റെ നേർപതിപ്പാണ് ഇയാൾ കൊണ്ടിടക്കുന്നത്. സക്കരിയ സ്വലാഹിയെ ശിർക്കാരോപിക്കാൻ ഇസ്ലാഹി മാസികയിലെ ഒരു വാചകം കോട്ടിങ് ചെയ്ത് ഇയാള് 3 തവണ ഇങ്ങനെ ആവർത്തിച്ചിട്ടു. അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ ഇയാളൊക്കെ സക്കരിയ സ്വലാഹി പറഞ്ഞതിനപ്പുറം കടന്നു പറഞ്ഞ ആളായി വിഷയങ്ങളിൽ. കേട്ടോളൂ നിങ്ങൾ. ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ. അത് ഒരു വലിയ ബഡായി പറയാം. മുജാഹിദ് രാത്രി മാത്രം പകലും ജില്ലയോട് സഹായം ചോദിക്കാനാണ് പിശാചിനോട് ചോദിക്കാൻ പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമികൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസ് നമ്മൾ അറിഞ്ഞ പറയാം. മരുഭൂമിയിൽ അകപ്പെട്ടാൽ ഈ വഴി അറിയില്ലെങ്കിൽ രക്ഷയില്ല, മരിച്ചു പോകുന്ന മറുവഴിയില്ല. കാരണം മരുഭൂമി ചുട്ടുപോകുന്ന മണൽക്കാടാണ്. ഒരു ആരും തുറക്കുണ്ടാവില്ല. റോഡ് പണ്ടൊക്കെ മുജാഹിദ് അള്ളാനുള്ള മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാണ്. ഇപ്പൊ പറയും അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുദ്ധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതൊട്ടിങ്ങനെ നടക്കരുതല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കലത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പരിത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാൽ അത് കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളൂ. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാൻ നടന്നു കഴിയുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് മനസ്സ് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതികമായിട്ടുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ടത് ശരിക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപിക്കുന്ന വിജനമായ മരുഭൂമിയുടെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാനാണ് പറയുന്നത്. ഹലോ, ആ വാചകം കൂട്ടിമാറ്റാണ് അദ്ദേഹം. ഒരാൾ ഇനി കേട്ടോളൂ. ഇനി ഈ മുസ്ലിയാര് ഈ ആരോപണത്തിന് മറുപടി നൽകുകയാണ്. മറുപടി നൽകുമ്പോൾ കേവലം പുസ്തകം മാത്രം വായിച്ചു പോകുകയല്ല. നാളെ ഇനി വന്നിട്ട് അത് ജബ്ബാർ മോലി എഴുതിയ വാചകം അങ്ങനെ തന്നെ വായിച്ചു ആരോപണത്തിന് മറുപടി പറഞ്ഞു എന്നതല്ലാതെ
അദ്ദേഹം അത് ശിർക്കല്ല എന്ന് വാദിച്ചിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട. മൂപ്പര് ആ ആരോപണത്തിന് മറുപടി പറയുന്നത് വ്യക്തിപരമായി മൂപ്പര് കൃത്യമായിട്ട് സഹോദരങ്ങളെ ഈ പദം എടുത്ത് മൂപ്പരതായ അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. എന്നിട്ട് മൂപ്പർ അതിനെ ബന്ധിപ്പിക്കുന്നത് എവിടേക്കാണെന്നറിയോ? മുൻഗാമികളായ മുജാഹിദ് പണ്ഡിതന്മാര് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂപ്പരെ വ്യക്തിപരമായ ഒരു ജബ്ബാർ പോലെ ന്യായീകരിക്കലല്ല, മുൻഗാമികളായ മുജാഹിദ് പണ്ഡിതന്മാരുടെ നിലപാടാണ് എന്നും ബോധ്യാകാൻ. അത് അബ്ദുറഹ്മാൻ സലഫി അനീഫ് കായക്കുളിനെയും അനസ് മുസ്ലിയാനെയും വിളിച്ചിട്ട് തക്കമേ പൂച്ചാന്ന് പറയുമ്പോ അതുപോലെ അത് ഏറ്റുപറഞ്ഞ് മാറ്റാൻ തയ്യാറായാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് മാറൂല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇനി അദ്ദേഹം പറയുന്ന വാചകം നിങ്ങൾ കേട്ടോളി. ഇതൊരു 5 തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇയാള് സക്കരിയ സ്വലാഹി പറഞ്ഞതിനേക്കാൾ അപ്പുറം പറഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്നാൽ ഒന്നും വേണ്ടാ തന്നെ ശരിക്കും മനസ്സിലാവും. കേട്ടോളി. വൈകാൽപ്പെടാൻ ആവശ്യപ്പെടാനാണ് പറയുന്നത്. ഹലോ, ആ വാദം കൂട്ടിമാറ്റുകയാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അയാൾ ഉദ്ദേശിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന തെറ്റതില് ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴിബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവർ പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവർ ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ അമറിയ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ അവിടെ വന്ന് നിന്നപ്പോ ഐസ് ഐസ് എന്ന് ചോദിച്ചില്ലേ? ഐസ് ഐസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരാം. വീണ്ടും ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും നെയ്തീനി ബി അർശിഹ, ആരാണ് അർശിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടികളുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സഹോദരങ്ങളെ, അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പണ്ഡിതന്മാർ ഈ ജിന്ന് വിഷയത്തിലും ഭൗതിക വിഷയത്തിലും അഭൗതിക വിഷയത്തിലും കാര്യകാരണ ബന്ധങ്ങൾക്കിലൊക്കെ കൃത്യമായി പറഞ്ഞു പോകുന്ന നിർവചനം അത് അംഗീകരിക്കലാണ് യഥാർത്ഥ മുജാഹിദുകളുടെ നിലപാട്. ഇന്ന് 2012 പുതിയ തൗഹീദ് സ്വീകരിച്ച ആളുകൾ ഈ നിലപാടുകളൊക്കെ ശിർക്കായിരുന്നു എന്ന് പറയുക വഴി ഇവിടെയുള്ള സമസ്തയിലെ പുരോഹിതന്മാർ വരെ നമ്മുടെ തൗഹീദ് ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ പരിഹസിക്കുന്ന ക്യാമ്പയിൻ ഉണ്ടാക്കി. പറയുന്നത് ആരാണ് നിലപാട് മാറ്റിയവാൾ? ആരാണ് നിലപാട് മാറ്റിയവാൾ? ഞങ്ങളിവിടെ ജിന്നുകാലം കുപ്രജനങ്ങൾക്ക് മറുപടി ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിന് സമീപം മുഹമ്മദ് അബൂരിസൊക്കെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള മറുപടി പ്രസംഗം വെച്ച് അതിനെ കുറിച്ച് ഹിംസ കൊടുത്തിരുന്നു. അപ്പുറത്തെ പോസ്റ്റൽ ഹിംസ ഉള്ളതുപോലെ അത് നല്ല കുറുക്കി കൊണ്ടിട്ടുണ്ട് ചില ആളുകൾക്ക്. അപ്പൊ പറയുകയാണെന്ന് ഇവിടെ വരുമ്പോ സാഹിത്യകാർ ഇതിന് മറുപടി പറയണം. ഞാനല്ല മറുപടി പറഞ്ഞപ്പോ അനസ് മുസ്ലിയാരാ പറഞ്ഞത്. ബോധ്യപ്പെടുത്തി തന്നെ അനീഫ് കായക്കൊടിയാണ്. എന്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ മാറ്റുന്ന ആളുകൾ ആരാണത്? നിലപാടുകൾ മാറ്റിയത്? ഇനിയും നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ മൻഹജ് സലഫ് എന്നത് അറപ്പും വെറുപ്പോടും കൂടി കാണുന്ന ഈ നവമടപൂരികളുടെ വലിയ നേതാവുണ്ട്. ആരാരുങ്ങള്? അഷേഖ് അല്ലാമ അബ്ദുറഹ്മാൻ സലഫി. അദ്ദേഹം ഒരു പുതിയ മനഹജുണ്ടാക്കിയിട്ടുണ്ട്. ഏതാറിയോ? മൻഹജുൽ അബ്ദുറഹ്മാനിയ. ആ മൻഹജുൽ അബ്ദുറഹ്മാനിയയിലെ സ്ഥാപക നേതാവ് അബ്ദുറഹ്മാൻ സലഫി സക്കരിയ സ്വലാഹി പറയുന്നതിനേക്കാൾ അപ്പുറക്കെ കടന്നു പറഞ്ഞ് ഈ ഇബാദല്ലാഹീനൂനി എന്ന ഹദീസ് മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ വിശദീകരിച്ച പോലെ വിശദീകരിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം ജാമിയയിൽ വന്ന് അതൊക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടെങ്കിലും ശരി എന്റെ തൊലിക്കെട്ടിക്കൊണ്ടും എനിക്കുള്ള ഈ നാക്കിന്റെ വൈഭവം കൊണ്ടും അതൊക്കെ അടിച്ചൊതുക്കാമെന്ന ആ ചിന്തയോടുകൂടിയോ എന്നറിയില്ല ഈ ദുർബല ഹദീസും പൊക്കിപ്പിടിച്ച് വഹ്യികളെ ശിർക്കാരോപിക്കാൻ കടന്നു വന്ന ആളാണ് സക്കരിയ സ്വലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചീറിയത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാട് മാറ്റിയ ആളുകളുടെ കൃത്യമായ ദുരന്തം നിങ്ങൾക്ക് നേരിൽ കാണാൻ ആ വിഷയത്തിൽ സക്കരിയ സ്വലാഹി തന്നെ ക്ലിപ്പിട്ട് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. എന്നിട്ട് സുഹൃത്തുക്കളൊക്കെ നമ്മക്കാ കുറ്റം, ഹദീസിനെ കുറിച്ച് നടക്കണം, ഹദീസിന്റെ വ്യാഖ്യാനം ഒന്ന് കേൾപ്പിച്ചു. രാത്രി 12 മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള
ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓടിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിനിയോട് ചോദിക്കണമെന്ന് എവിടെയാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാണ് നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട്. ഞങ്ങളെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ആളാണ്. ഇവിടെ വന്നിട്ട് എന്തോ നല്ലോട്ടേക്കും കാസർഗോഡ് വന്നിട്ട് പല പോലെയുണ്ട്. രാത്രി 12 മുജാഹിദുകളെ മുസ്ലിക്കാക്കാൻ വേണ്ടി കൂടിയ മീറ്റിംഗിൽ മുജാഹിദുകളുടെ സദസ്സിലും ജക്കാത്തും കൊണ്ട് നടക്കുന്ന ജാമ്യയുടെ പരിപാലനമായ ക്യാമ്പസിൽ അർദ്ധരാത്രി പാതിരാക്ക് കൊടുക്കുന്ന ഓടിയിടുന്ന നേരത്ത് നിന്ന് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നാരാ പഠിപ്പിച്ചോന്നറിയോ? അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പോവാണ്. ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു. ആ ചോദ്യത്തിന് കേൾപ്പിച്ചു പോകാനെ. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. വിശദമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരും ആയിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശരിക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാമിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവന് ശിർക്കുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ ഈ കള്ള ഹദീസ് ആരെയാണ് എന്നെ പഠിപ്പിച്ച മുഹദ്ദീസ് നിങ്ങൾ കണ്ടില്ലല്ലോ? കണ്ടോളൂ, ആ മുഹദ്ദീസ് ഇപ്പൊ വരും. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നെ പഠിപ്പിക്കുക എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. അതിലൊരു അപാകരം ഒരാൾക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിനെന്തില്ല യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്ത് പറയുന്നത്. അതൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. ഈ ഹദീസിന് ന്യൂനതയുണ്ട്. കള്ള ഹദീസ് എന്ന് പറഞ്ഞോ? കള്ള ഹദീസ് എന്ന റസൂലുള്ളാഹിനെ കെട്ടിണ്ടാക്കി ഹദീസാ. അപ്പൊ ഇയാൾ പറയുന്നത് കള്ള ഹദീസ് വിളിച്ച് കള്ളത്തരം പറഞ്ഞു എന്നാ ന്യൂനത പറഞ്ഞിട്ടുണ്ട്. ഇനി സനത് നോക്കാതെ തന്നെ പറയാം. സനത് ശരിയായിട്ട് ലൈഫാകട്ടെ, അത് നോക്കാതെ തന്നെ പറയുന്നതാണ്. ഒരു പ്രാർത്ഥനയും അതിലില്ല. മഞ്ചേരിയോ പറയുന്ന മാതിരിയുള്ളൂ. മഞ്ചേരി ഓടി വരൂ, അവർക്കത് അറിയാച്ചത് അപ്പോ അവരും മലപ്പുറത്തേരനല്ല ഓടി വരണേന്ന് പറയുന്ന അതേ ഉള്ളൂ. മനുഷ്യന്മാരെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ പറയണ്ടേ? അതേ അതുപോലത്തെ ഉള്ളൂ. ചിലത് നോക്കാതെ തന്നെ പറയും. ഒരു അപാകത അതിലില്ല, ഒരു വിളിച്ചു പ്രാർത്ഥനയില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. സലഫി ലോകം പണ്ട് മുതൽക്കേ പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ ആ ദുർബലമായ ഹദീസിനെ വിശദീകരിച്ചിടത്ത് ആ റിപ്പോർട്ടിൽ ജിന്നും മലക്കുമുണ്ട് എന്നും ആ ജിന്നും മലക്കും കേൾക്കട്ടെ എന്ന് വിചാരിച്ച് ആ ഇബാദത്താണ് വിളിച്ചാലും ആ വിളിയിലെന്തില്ല, അബൗദ്ധികതയില്ല. ആ ഇബാദത്തിന്റെ പരിധിയിലേക്ക് പോകുന്ന, പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് പോകുന്ന വിളിയല്ല. അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ മത്തനിൽ ശിർക്കില്ല എന്നാണ് ഇത്ര കാലവും പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് സഹോദരങ്ങളെ എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോ തങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി അത് മാറ്റി. എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി ഇപ്പോൾ ചീരിയത് കണ്ടില്ലെങ്കിൽ വിശലമായ മരുഭൂമിയിലെത്തിയാൽ ജിന്നിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന മുഹദ്ദിസെ പടപാടാണ്. ഈ മുഹദ്ദിസ് ഇത് 19 മിനിറ്റോളം ജിദ്ദയിൽ ചർവിത ചർവണം ചെയ്ത ആളാ. ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ കേരളത്തിൽ കൃത്യമായി ക്ലിപ്പിട്ട് കേൾപ്പിച്ചിട്ട് ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടി നാവ് നിങ്ങൾ അനീഫ്കാക്കൂടിയും മറ്റു ചില ആളുകളും വന്നിട്ട് പറഞ്ഞതിന്റെ അറിയോ? അതൊക്കെ അബ്ദുറഹ്മാൻ സലഫിന്റെ പേരിൽ ആരോപണമാണ്. മൂപ്പർ എങ്ങനെ അവിടെ പറഞ്ഞിട്ടേ ഇല്ല. പല സ്ഥലങ്ങളിലും പലരും പറഞ്ഞു. ഞാൻ അനവധി സ്ഥലത്ത് ക്ലിപ്പിട്ട് വെല്ലുവിളിച്ചു. എന്ത്? അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ പോയി ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ സലഫി മുജാഹിദുകളുടെ മുമ്പിൽ അള്ളാഹനെ സാക്ഷി നിർത്തിയിട്ട് പറയട്ടെ.
എന്ന് വെല്ലുവിളിയൊക്കെ നടത്തുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിർത്തി പറയട്ടെ, ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, അത് എന്റെ പേരിൽ കൃത്രിമമുണ്ടാക്കിയതാണ് എന്ന് പറയട്ടെ ധൈര്യമുണ്ടെങ്കിൽ. അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് 70,000 റിയാല് നമ്മൾ ഇൻഷാ അല്ലാഹ് ജിദ്ദയിൽ നിന്ന് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു കൊടുക്കാം, ഹലാലായ രൂപത്തിൽ തന്നെ. കാരണം മൂപ്പർക്ക് ഒരു 70,000 റിയാലിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി മൂപ്പര് വെറുതെ കിടന്ന് ഇറങ്ങാറാണല്ല ജിദ്ദയിൽ അവിടെ ഇവിടെയും ഒക്കെ പോയിട്ട് നമുക്കത് തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാക്കാം, പക്ഷെ ഇതൊന്നും നിങ്ങൾ സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നുവരെ സമ്മതിച്ചിട്ടില്ല മൂപ്പര്. അത് ആരാണ് നവമടപൂരിസം? ആരാണ് നവസാമിരികൾ? ആരാണ് ജൂതറബിമാർ? ആരാണ് ദീനിനെ മാറ്റിമറിച്ചവർ? ആരാണ് ജിന്ന് വിഷയം പറഞ്ഞ് ശിർക്കിലേക്ക് കൊണ്ടുപോയവർ? ചിന്തിക്കും നിങ്ങൾ. അപ്പൊ ഒരു വിരലിങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ സ്വന്തം നെഞ്ചിലേക്കാണ് മലർന്ന് കിടന്ന് മേപ്പോട്ട് തുപ്പുക എന്ന പരിപാടിയാ ചെയ്തത് സഹോദരങ്ങളെ. അതുകൊണ്ട് ലോക സലഫി പണ്ഡിതന്മാരുടെ പേരിൽ ശിർക്ക് ആരോപിക്കുന്ന വിഭാഗമാണ് ഇവര് എന്ന് നമ്മൾ ഇൻസിൽ കൊടുത്തത് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ധാരണ ചില ആളുകൾക്ക് ഉണ്ടാവും. കൃത്യമായി നിങ്ങൾ കേട്ടോളൂ. മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ച് ഹനീഫ് കായക്കൊടി ഈ ചോദ്യം അങ്ങോട്ട് ചെന്നപ്പോൾ പച്ചയായി സഹോദരങ്ങളെ അത് ശിർക്കാണെന്ന് പറഞ്ഞ് ജബ്ബാർ മൗലവി അടങ്ങുന്ന ആളുകൾ ഈ വിഷയത്തിൽ എഴുതിയത് ശിർക്കാണെന്ന് പറഞ്ഞ് 2012 പുതിയ ഒരു വെളിപാട് അദ്ദേഹം അവതരിപ്പിക്കുക ചെയ്തത്. ആ അവതരിപ്പിച്ചത് പിന്നെ വളരെയധികം ആത്മാർത്ഥമായും ആവേശത്തോടുകൂടിയും അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹം മുസ്ലിയാരോട് പറഞ്ഞുകൊണ്ട് ഏതായാലും ഈ കാര്യം ശിർക്കാണെന്ന് മാലോകരുടെ മുമ്പിൽ പറയാൻ ഈ സംവാദത്തിൽ നിങ്ങൾ വന്നതുകൊണ്ട് ഒരവസരം നമുക്കുണ്ടായല്ലോ, അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് പ്രത്യേകം നന്ദിയും. ആ നന്ദി പറഞ്ഞപ്പോ നമുക്കൊക്കെ മനസ്സിലായി ഈ തൗഹീദി പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടിയുള്ള ആവേശത്തിലല്ല അദ്ദേഹം നന്ദി പറഞ്ഞത്. മറിച്ച് അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ സലഫിയുടെ താല്പര്യമനുസരിച്ച് ആളുകളെ കേരളത്തിൽ ശിർക്കാരോപിച്ച് മുദ്ര കുത്തണം. അതിനുവേണ്ടിയാണ് ബൂട്ടും ഷോർട്സും പിള്ളേടൊക്കെ അണിഞ്ഞ് അദ്ദേഹം സംവാദത്തിന്റെ കളിക്കളത്തിൽ ഇറങ്ങിയത് ഗോളടിച്ച് ജയിക്കാനല്ല എന്ന് നമുക്ക് മനസ്സിലായത് മാത്രമല്ല, അവിടെ ഇതിന് അപ്പുറത്തിരുന്ന മുസ്ലിയാക്കന്മാർക്ക് വരെ മനസ്സിലായി. ആ നൗഷാദ് ഹസനി തന്നെ സ്റ്റക്കലായി നമ്മുടെ മനസ്സിൽ വന്ന മറുപടി നൗഷാദ് ഹസനി കൊടുത്തു. അതാണ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ്, കേട്ടോളൂ നിങ്ങൾ. യാ ഇബാദല്ലാഹി അയ്യൂനിനെ വിളിച്ചാൽ അത് മുവഹിദാന ഷൗക്കാനിയുടെ വാദം, ജബ്ബാർ മൗലവിയുടെ വാദം. പിന്നെ മൂപ്പർക്ക് വലിയ സന്തോഷമായി ഞാൻ ചോദ്യം ചോദിക്കുമ്പോ. കാരണം സക്കരിയ സലാഹിനോട് പണ്ടേ മൂപ്പർക്ക് ഭയങ്കര ഉറപ്പാണ്. അത് അയാളെ പുറത്താക്കാനും ജബ്ബാറിനെ പുറത്താക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ, അതിന് മൂപ്പര് നന്ദി പറഞ്ഞതാണ്. തിരിച്ചങ്ങോട്ടും നന്ദി. നിങ്ങളതൊന്ന് പൊളിച്ച് കയ്യിൽ കൊടുക്കണമെന്നേ ഞങ്ങളും വിചാരിച്ചത് ഉണ്ടോ. അപ്പൊ പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തു. ആര്? ഈ വിഭാഗം നിലപാട് മാറ്റിക്കൊണ്ട്. ഇത് മനസ്സിലായില്ലേ? ഇനി ഹനീഫ് കായക്കൊടി മൂവാറ്റുപുഴയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചത് സഹോദരങ്ങളെ പ്രമാണവിരുദ്ധമാണ്, അത് ലോക പണ്ഡിതന്മാരുടെ കൃത്യമായ നിലപാടുകൾക്കെതിരാണ് എന്ന് വ്യക്തമായി ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരിയിൽ ഫൈസൽ മുസ്ലിയാർ മുഖാമുഖം സംഘടിപ്പിച്ചു. അവിടെ ഈ കോക്കസിന്റെ കുതന്ത്രങ്ങളിൽ അകപ്പെട്ടുപോയ മൂസ എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ, മൂസയെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. പേരോടിനോട് തൗഹീദിന്റെ ആയത്തുകളോടി ഉത്തരം മുട്ടിച്ച് മാഹിയിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി യുവജന പ്രസ്ഥാനത്തിന്റെ കൂടെ ഈ ആദർശ പ്രസ്ഥാനത്തിൽ അംഗമായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ആരെയോ ഈ രൂപത്തിൽ വശീകരിച്ചു. അവസാനം പിന്നെ മുഖാമുഖ വേദികളിൽ അദ്ദേഹം പോകാതായി. മുജാഹിദുകൾ സംഘടിപ്പിക്കുന്ന മുഖാമുഖത്തിൽ വരാൻ തുടങ്ങി. എന്നിട്ട് അവിടെ വന്നിട്ട് ഫൈസൽ മൗലവിയോട് ഈ രൂപത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും ചോദിച്ച് സഹോദരങ്ങളെ അവിടെ ആ പവിത്രമായ സദസ്സ് മലീമസപ്പെടുത്തി, സമയം നഷ്ടപ്പെടുത്തി, അനാവശ്യമായ ചർച്ചയിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ ആ സീഡി മുഴുവൻ കേട്ടാൽ മനസ്സിലാവും. തലശ്ശേരിയിലെ മുഖാമുഖം. ഏതായാലും ഏറ്റവും പ്രസക്തമായ ഭാഗത്തിൽ ഹനീഫ് കായക്കൊടിയെ ന്യായീകരിച്ച മൂസക്ക് ഫൈസൽ മൊഴി കൊടുക്കുന്ന മറുപടി നിങ്ങളിത് കേൾക്കണം. അപ്പോഴാണ് മൂവാറ്റുപുഴയിൽ ഇയാളിട്ട ബോംബ് യഥാർത്ഥത്തിൽ ഹിരോഷിമ നാഗസാക്കിയിൽ പണ്ട് അമേരിക്ക ഇട്ടതുപോലെ സഹോദരങ്ങളെ ഒരു വലിയ വിഷവിത്തായിരുന്നു എന്ന് ബോധ്യപ്പെടുക. കേട്ടോളൂ നിങ്ങൾ. അതാണ് പലസ്മിസ്റ്റേക്ക് പറ്റിയത്. പല ആസ്ത്രമൂപ്പര് പല ജിന്ന അഭൗതികരാണ്, പല സഹായം അഭൗതികമാണ്. അവരുടെ സഹായമൊക്കെ കിട്ടും, അപ്പൊ ശിർക്ക് പോയി കിട്ടും. അതാണ് വസിയത്ത് ശിർക്കിലേക്കുള്ള വഴി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വഴിയെ നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ തോന്നലേ നമുക്ക് വേണ്ട, ചോദിക്കാനേ പോണ്ട. ഭൗതികമായ നേരിട്ടുള്ള വിളിയാണോ മനുഷ്യന്മാരെ വിളിക്കാം, മനുഷ്യന്മാരെ വിളിക്കാം. അദൃശ്യ മാർഗത്തിലാണോ അല്ലാതെ മാത്രം വിളിക്കാം. അല്ലാത്തൊരു വിളി അതിനടുക്കാൻ നമുക്കില്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല. അതന്നെയാണെങ്കിലും ചോദിക്കാറില്ല.
ഏതായാലും നിങ്ങൾ പറഞ്ഞു ജിന്നിനോടുള്ള അദൃശ്യമായിട്ടുള്ള ജിന്നിനോടുള്ള എല്ലാ വിളിയും ശിർക്കാണ്, മുസ്ലിം ആവട്ടെ കാഫിറാവട്ടെ അല്ലെന്നില്ല. അപ്പോൾ മൂവാറ്റുപുഴ സംവാദത്തിൽ ഇതേ ചോദ്യം ഹനീഫ് കായക്കൊടിയോടും മറ്റും അർജന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ വരികൾ ശിർക്കാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. ഇന്ന് നിങ്ങൾ പറഞ്ഞു ജബ്ബാറിന്റെ ലേഖനമാണെങ്കിലും മറ്റും ശരി ശിർക്കു നേരത്തെ പറഞ്ഞത് അപ്പൊ ശിർക്കാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ് പേരോട് ചോദിച്ച അതന്നെ പറഞ്ഞു നേരത്തെ പറഞ്ഞു. ഞാൻ എനിക്ക് പറയുന്നത് കേൾക്കും, എന്റെ ചോദ്യം കേൾക്ക് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചത് ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങൾ അതിനെ ആ പദം ഉപയോഗിച്ചിട്ട് ശിർക്കാണെന്ന് മൂസന്റെ ചോദ്യത്തിലുണ്ട്, ഉത്തരത്തിലുണ്ട്, പേരോട് ശൈലി നിങ്ങൾ ഈ വരി ശിർക്കാണെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് അങ്ങനെയാണെങ്കിൽ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ജിന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ ശിർക്കാണോ ശിർക്കല്ലേ? ഇവിടെ കൃത്യമായി എന്തിനാ വിളിക്കാൻ പോണത്? ആ ഹാൻഡിൽ ആണെന്നോ കാർഡ് തോന്നി അതാണ് തോന്നിയിട്ടേ ഇല്ല. ആ അൽഹംദുലില്ലാഹ് തന്നെ ഇവിടെ സാക്ഷാൽ പേരോട് പറഞ്ഞത്. ഇതാണ് സാക്ഷാൽ പേരോടിന്റെ ശൈലി. ഇപ്പൊ കണ്ടത് ഞങ്ങൾ ഇതാ പറഞ്ഞത്. അപ്പൊ അന്ന് പേരോടിന് ചോദിച്ചപ്പോ പേരോടിന്റെ മേത്തുള്ള ജിന്ന് അവിടെ ഇങ്ങോട്ട് കയറിയില്ല. നാടകം വളരെ ഉഷാറാണ് അൽഹംദുലില്ലാഹ്. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ മനസ്സിലായല്ലോ എവിടേക്കാണ് അവരൊക്കെ ബന്ധമുള്ളത്. നമ്മൾ വിചാരിച്ചതിലേ ഉള്ളൂ സാക്ഷാൽ മനവൂരിസേ ഉള്ളൂ. ഇപ്പൊ ഖുറാഫീസ് ഉണ്ട്. മനസ്സിലായി? മനവൂരിസം മാത്രമല്ല ഖുറാഫീസുണ്ട്. ഒക്കെ പോയിക്കോട്ടെ, എല്ലാം പോയിക്കോ, ഒന്ന് പോയ ബാക്കി എല്ലാം പോകും. അത് പൊതുവെ ഈ സൈസിന്റെ സ്വഭാവം തന്നെയാണ്. അത് ഏതായിരുന്നാലും ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവരെ കുറച്ച് കാലമായി ഇങ്ങനെ കുറെ സങ്കല്പം ഉണ്ടാക്കി നടക്കുക. ഇങ്ങനെ ഓർക്കന്നെ ഫത്വ കിട്ടണം, ഇങ്ങനെ വേണം ഓർക്ക് ജിന്നിനെ വിളിക്കാന്. അത് നടക്കൂല. സലഫികൾ ജീവിച്ചിരിപ്പുള്ള കാലത്തോളം ജിന്നേനെ വിളിക്കാൻ വകുപ്പ് നമ്മൾ കൊടുക്കണില്ല. എന്ത് വന്നാലും വേണ്ടില്ല, എങ്ങനെ സങ്കല്പിച്ചാലും വേണ്ടില്ല, ജിന്നനെ വിളിക്കാൻ വകുപ്പ് ഇല്ല. പ്രമാണം അത് അംഗീകരിക്കാത്ത കാലത്തോളം നിങ്ങൾ വിളിച്ചോളൂ എന്ന് അനസ്മുസ്ലിം പറഞ്ഞ പോലെ പറയാൻ നമ്മൾ തയ്യാറല്ല. അവിടെ അങ്ങനത്തെ ഒരു പൂതിയും വേണ്ട. കുറെ എല്ലാ ഉദാഹരണത്തിലും ഇവിടെ ഇങ്ങനെ വരിക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവർക്ക് വലിയ പൂതിണ്ട് ഒന്ന് വിളിച്ചു നോക്കാനേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പൂതി ശരിയല്ല, ന്യായമല്ല, വിളിക്കാൻ പാടില്ല, ആ വഴിക്ക് ചിന്തിക്കാനേ പാടില്ല, പ്രാർത്ഥനയും പാടില്ല, അല്ലാത്തവും പാടില്ല, ശിർക്കായതും പാടില്ല, അല്ലാത്തവും പാടില്ല, എല്ലാം ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇനി മാത്രമല്ല, എന്താ മൂവാറ്റുപുഴ ഉണ്ടായത്? മൂവാറ്റുപുഴ സമാജത്തിൽ എന്താ ഉണ്ടായത്? ഇവിടെ മൂവാറ്റുപുഴയിൽ യാഴിബാധ വിഷയം. യാഴിബാധ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് അതിൽ അപൗദികതയുണ്ട്, അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ് എന്ന് അഭിപ്രായക്കുറി പറഞ്ഞത്. അപ്പോഴാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ജബ്ബാർ മുസ്ലിക്കായോ? അപ്പോഴാണ് അഭിപ്രായക്കുറി പറഞ്ഞത് ജബ്ബാർ എഴുതിയാലും ഷൗക്കാനി പറഞ്ഞാലും നബി പറഞ്ഞാലും ശിർക്ക് തന്നെ. യാഇബാദയിൽ അഭൗതിക വിളിയുണ്ട് എന്നാണ്. ഇവിടെ മൂസ വെച്ചല്ല ഭൗതികമായ വിളിയ, ഭൗതികമായ വിളിയ. ആ ഭൗതിക